ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗംഗണപതയേ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയ പഠനത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ നാരായണീയത്തിലെ 8ാം ദശകമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 8ാം ദശകത്തിലെ 9 ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു. ഇന്ന് 10ാമത്തെ ശ്ലോകമാണ്. സർവവും ഭഗവാനിൽ നിലീനമായിരുന്നു പ്രളയ സമയത്ത്. പ്രളയത്തിന്റെ അവസാനത്തിൽ ഭഗവാനെ വിളിച്ചുണർത്താൻ വേണ്ടിയിട്ട് കാലശക്തിയെ ഭഗവാൻ പറഞ്ഞേൽപ്പിച്ചു വെച്ചിരുന്നു. അത് പ്രകാരം കാലശക്തി ഭഗവാനെ വിളിച്ച് ഉണർത്തുന്നു. ഉണർന്നതിന് ശേഷം പ്രളയജലത്തില് നിമഗ്നനായിരുന്ന ഭഗവാൻ സർവവും തന്നിൽ മയങ്ങുകയാണ് എന്ന് ശ്രദ്ധിച്ചിട്ട് തൻ്റെ ഉള്ളിലേക്ക് നോക്കുന്നു. ആ ഭഗവാന്റെ ഈക്ഷയിൽ, ഭഗവാന്റെ ആ നോട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ അടുത്ത ശ്ലോകത്തിൽ കാണുന്നത്. ആ ശ്ലോകം ഒന്ന് ചൊല്ലിത്തരാം, നിങ്ങൾ കേട്ടു നോക്കൂ. കണ്ണടച്ചിരുന്നിട്ട് ആ ശ്ലോകത്തിലെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് അതൊന്ന് മനസ്സിൽ സങ്കല്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. മനോഹരമായിട്ടുള്ള ഒരു ചിത്രം നമ്മുടെ ഉള്ളിൽ, ഹൃദയത്തിൽ വിരിഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ശ്ലോകം ശ്രദ്ധിക്കാം. തതസ്ത്വദീയാദൈനാഭിരന്ധ്രാദുദഞ്ജിതം കിഞ്ചന ദിവ്യപത്മം നിലീന നിശേഷ പദാർത്ഥമാലാ സംക്ഷേപരൂപം മുകുളായമാനം. തതഃ ത്വദീയാദ് ഐ നാഭിരന്ധ്രാദ് ഉദഞ്ജിതം കിഞ്ചന ദിവ്യപത്മം നിലീന നിശേഷ പദാർത്ഥമാലാ സംക്ഷേപരൂപം മുകുളായമാനം. ഐ ഭഗവാനെ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചിട്ട് പറയാണല്ലയോ ഗുരുവായൂരപ്പ എന്ന് അഭിസംബോധന ചെയ്യാണ് ഐ എന്ന് പറഞ്ഞുകൊണ്ട്. തതഃ പിന്നെ, അതായത് ഭഗവാന്റെ ഈക്ഷ തന്നിൽ ലയിച്ചിരിക്കുന്ന സർവ്വതിലേക്കും ഭഗവാൻ പായിക്കുകയാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ ചെയ്തത്. അത് അങ്ങനെ സംഭവിക്കുമ്പോൾ തതഃ അതിനുശേഷം ത്വദീയാദ് നാഭിരന്ധ്രാദ്, നിന്തിരുവടികളുടെ നാഭിരന്ധ്രത്തിൽ നിന്ന്, ഭഗവാന്റെ നാഭിരന്ധ്രം അതായത് പൊക്കിൾ ചുഴിയിൽ നിന്ന്, ആ പൊക്കിൾ കുഴിയിൽ നിന്ന് എന്താണ് സംഭവിക്കുന്നുണ്ടാവുക, നമുക്ക് ആലോചിക്കാം എന്താണ് അവിടെ നടക്കുന്നുണ്ടാവുക എന്നാണ്. ആ ഭഗവാന്റെ ഈക്ഷയോടുകൂടി ഭഗവാന്റെ പൊക്കിൾ ചുഴിയിൽ നിന്ന് നിലീന നിശേഷ പദാർത്ഥമാലാ സംക്ഷേപ രൂപം, ഭഗവാനിൽ ലയിച്ചിരിക്കുന്ന സർവ പദാർത്ഥങ്ങളുടെയും സംക്ഷിപ്ത രൂപമായിട്ടുള്ള എല്ലാത്തിൻ്റെയും ഒരു കൂടിച്ചേർന്ന ഒരു രൂപം, അതിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ടാവണം. അതെന്താണ് വരുന്നത്? മുകുളായമാനം, ഒരു മുട്ടിന്റെ രൂപത്തിലുള്ള കിഞ്ചന ദിവ്യ പത്മം, ഒരു മനോഹരമായിട്ടുള്ള ദിവ്യ പത്മം. കിഞ്ചന ദിവ്യ പത്മം, ഏതോ ഒരു ദിവ്യ പത്മം ഉദഞ്ജിതം, ഉയർന്നു വന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാൻ ആ കാരണജലത്തിൽ അങ്ങനെ ലയിച്ചിരിക്കുകയാണ്. ഉണർന്ന് തൻ്റെ ഉള്ളിലേക്ക്
ശ്രദ്ധ വായിക്കുന്നു, സർവ്വതും തൻ്റെ ഉള്ളിൽ ലയിച്ചിരിക്കുന്നത് ഭഗവാൻ അറിയാം. അതിലേക്ക് ശ്രദ്ധ തൻ്റെ നോട്ടം പതിപ്പിക്കുന്നതോടുകൂടി ഭഗവാന്റെ പൊക്കിൾ ചുഴിയിൽ നിന്ന് ഒരു താമരമൊട്ടിങ്ങനെ ഉയർന്നു വരികയാണ്. ആ താമരമൊട്ടില് ഭഗവാന്റെ ഉള്ളിൽ ലയിച്ചിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ സർവ്വതും അതിലടങ്ങിയിട്ടുണ്ടാവണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതെന്താണ് ഈ പൊക്കിൾ ചുഴിയും സർവ്വതും, സൃഷ്ടിക്കപ്പെടുന്ന സർവ്വതും തമ്മിലുള്ള ബന്ധം? ഒരു അമ്മ കുഞ്ഞ് തമ്മിലുള്ള ബന്ധം ഒന്ന് ആലോചിച്ച് നോക്കുക. ആ കുഞ്ഞ് പിറക്കുന്ന സമയത്ത്, സൃഷ്ടിക്കപ്പെടുന്ന സമയത്ത് അതിന് വളരാനുള്ള സർവ്വതും അതിൻ്റെ ശരീരത്തിലേക്ക് നൽകുന്നത് ഈ പൊക്കിൾ വഴിയാണ്, അല്ലെ? പൊക്കിൾ കൊടി വഴിയാണ് ആ കുഞ്ഞിന് വേണ്ട സർവ്വതും ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ നമ്മുടെ ആചാര്യന്മാർ വരച്ചു തരുന്ന സമയത്ത് ശ്രദ്ധിക്കുക, സർവസൃഷ്ടിയും അതിനു വേണ്ട സർവ ഊർജവും സർവതും ഈ ഭഗവാന്റെ പൊക്കിളിൽ നിന്നാണ് സപ്ലൈ ചെയ്യപ്പെടുന്നത്. ബ്രഹ്മദേവൻ പോലും, സൃഷ്ടിക്ക് ദേവനായിട്ടുള്ള ബ്രഹ്മദേവൻ പോലും ഇനി ആ പത്മത്തിലാണ് ഇരിക്കുന്നത്. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ വേണ്ടി സാധിക്കണം. അപ്പൊ ഭഗവാന്റെ പൊക്കിൾ ചുഴിയിൽ നിന്ന് ഒരു പത്മം ഉയർന്ന് വരികയാണ്. പത്മം മുട്ടിന്റെ രൂപത്തിലാണ്. ആ മുട്ടിനകത്ത് ഭഗവാനിൽ ലയിച്ചിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ സർവ പദാർത്ഥങ്ങളുടെയും ഒരു സംക്ഷേപ രൂപമായിട്ടുള്ളതാണ് ആ മുട്ട്. അതിനകത്തെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇനി അതിൽ നിന്നാണ് ഈ പ്രപഞ്ചം വിടർന്ന് പരിലസിക്കാൻ വേണ്ടി പോകുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സങ്കല്പമാണ് ഈ വിഷ്ണു സങ്കല്പം. അത് ശാസ്ത്രം അഭ്യസിക്കുന്ന, ഫിസിക്സ് ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് ഒന്ന് ചിന്തിക്കുമ്പോൾ ഇതൊക്കെ എഴുതിയിരിക്കുന്നത് നാരായണീയമല്ല, ഭാഗവതം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണല്ലോ ഇത് വന്നിരിക്കുന്നത്. ഭാഗവതം പോലും മറ്റു പലതിൻ്റെയും വേദത്തിൻ്റെയൊക്കെ സാരം നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് വേദവ്യാസർ എഴുതിയിരിക്കുന്നതാണ് പുരാണം, ഭാഗവത പുരാണങ്ങളും ഇതിഹാസങ്ങളും നമുക്ക് സാധാരണക്കാർക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കി തരാൻ വേണ്ടി എഴുതിയിരിക്കുകയാണ്. അപ്പോൾ സൃഷ്ടി എന്നുള്ള ഒരു പ്രക്രിയയെ എത്ര മനോഹരമായിട്ടാണ് ഒരു കലാകാരന്റെ വിരുദോട് കൂടിയിട്ട് നമ്മുടെ ആചാര്യന്മാര് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സാധാരണ ഒരാൾ ആലോചിക്കുന്ന സമയത്ത് ഭഗവാൻ വിഷ്ണു ഇങ്ങനെ കിടക്കുകയാണ്, ഭഗവാന്റെ പൊക്കിളിൽ നിന്നൊരു താമര വിരിഞ്ഞു വരുന്നു, അതിൽ നിന്ന് സൃഷ്ടി സംഭവിക്കുന്നു, ബ്രഹ്മദേവൻ വരുന്നു. വേദത്തോടു കൂടിയുള്ള ബ്രഹ്മദേവനാണ് അടുത്ത ശ്ലോകത്തിൽ വരുന്നത്. ഇത് കേൾക്കുന്ന ആധുനിക വിദ്യാഭ്യാസം നേടി അതിൽ താല്പര്യമുള്ള ആൾക്കാർ ചിന്തിച്ചു നോക്കൂ, എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ സൃഷ്ടിയെക്കുറിച്ച് ഇത്രയും ഭംഗിയായിട്ട് പറഞ്ഞു തന്നിരിക്കുകയാണ്. എല്ലാം കൂടെ ചേർന്ന് ലയിച്ചിരുന്നു ഒന്നിലേക്ക്. അവിടെ നിറഞ്ഞു നിൽക്കുന്നത് ഭഗവത് ചൈതന്യം, ഊർജം മാത്രമാണ്. അതിൽ നിന്ന് വിരിയുകയാണ് സർവസൃഷ്ടിയും. അതിനു മുന്നേ ഒന്നും ഉണ്ടായിരുന്നില്ല, കാലം പോലും ഉണ്ടായിരുന്നില്ല. കാലം ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഉണരുകയാണ്. അതിൽ നിന്നാണ് സൃഷ്ടി സംഭവിക്കുന്നത്. ഭംഗിയുള്ള ഒരു ചിത്രമാണ്. നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഒരു മനുഷ്യന്റെ രൂപമൊക്കെ വിഷ്ണുവിന് കൊടുത്ത് വരച്ചു വെച്ചിരിക്കുന്നത്. വിഷ്ണുവിന്റെ രൂപം നമുക്ക് സങ്കല്പിക്കാവുന്നതിലൊക്കെ അപ്പുറത്താണ്. അനാദിമധ്യാന്തം അനന്തവീര്യം അനന്തവാഹും ശശി സൂര്യനേത്രം. അർജുനൻ ഭഗവാന്റെ രൂപം കണ്ടിട്ട് പറയുന്നത് അങ്ങനെയാണ്, അനന്തവാഹു. ഇത്രയുണ്ട് കൈകളെന്നൊന്നും മനസ്സിലാവണില്ല. അതിന് കൈകൾ എന്നൊന്നും സങ്കല്പിക്കരുത്. അതിൻ്റെ എത്രയോ ഡയറക്ഷൻസിലേക്ക് അതിങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ്. ആയിരക്കണക്കിന് സൂര്യചന്ദ്രന്മാരാണ് അതിലുള്ളത്. ഈ പ്രപഞ്ചത്തിൽ എത്രയെത്ര നക്ഷത്രങ്ങളുണ്ട്. കോടാനുകോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉൽക്കകളും ഉപഗ്രഹങ്ങളും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഈ പ്രപഞ്ചത്തിനെ കുറിച്ചാണ് അർജുനൻ ഭഗവാന്റെ വിശ്വരൂപം കണ്ടിട്ട് അവിടെ പറയുന്നത് ഭഗവത്ഗീതയിൽ.
പശ്യാമി ത്വാം ദീപ്തഹൂതാശവക്ത്രം സ്വതേജസാ വിശ്വമിദം തപന്തം എന്നാണ് പറയുന്നത്. ആ സ്വന്തം തേജസ് കൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ശോഭിപ്പിച്ചു നിൽക്കുന്ന ഭഗവാനെ, നിന്റെ രൂപം ഞാനിതാ കാണുന്നു എന്നാണ് ഭഗവത്ഗീതയില് വിശ്വരൂപ ദർശന യോഗത്തില് സ്വന്തം വിശ്വരൂപം കാണിച്ചു കൊടുത്തപ്പോ അർജുനൻ ഭഗവാനോട് പറയുന്നു. നമുക്കും അങ്ങനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. അതിന് മാത്രം നമ്മുടെ ഇന്റലിജൻസ്, നമ്മുടെ ബുദ്ധിയെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കണം. നമ്മുടെ ഏകാഗ്രതയെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കണം. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മുടെ ആചാര്യന്മാർ എന്താണോ കണ്ടത് അത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുവരെ നമ്മുടെയൊക്കെ രൂപത്തിൽ ഭഗവാൻ ഇങ്ങനെ അനന്തന്റെ മേലെ ശയിക്കുന്നതായിട്ട്, ശേഷന്റെ മേലെ ശയിക്കുന്നതായിട്ടും, അതിൽ നിന്നൊരു പൊക്കിൾ ചുഴിയിൽ നിന്നും പത്മം ഉയർന്നു വരുന്നതായിട്ടും, അതിൽ ബ്രഹ്മദേവൻ ഇരിക്കുന്നതായിട്ടും, ആ ബ്രഹ്മദേവന് വേദം കയ്യിലുള്ളതായിട്ടും, അതിൽ നിന്ന് സർവ്വതും സൃഷ്ടിക്കപ്പെടുന്നതായിട്ടും ഒക്കെ നമുക്ക് സങ്കല്പിക്കാം. ശ്ലോകം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കണ്ണടച്ചിരുന്നിട്ട് ആ രൂപം ഭഗവാൻ ഇങ്ങനെ കിടക്കുന്നു, ആ ഭഗവാന്റെ പൊക്കിൽ ചുഴിയുന്നൊരു താമരമുട്ട ഇങ്ങനെ വിരിഞ്ഞു വരുന്ന ഒരു രംഗം ഒന്ന് സങ്കല്പിക്കൂ. നമുക്ക് രോമാഞ്ചം വരും. അതെല്ലാവർക്കും ആസ്വദിക്കാൻ വേണ്ടി സാധിക്കട്ടെ. ഞാനൊന്ന് ശ്ലോകം ചൊല്ലിത്തരാം, നിങ്ങളൊന്ന് ചൊല്ലി നോക്കാം. തതസ്തുതീയാദൈനാഭിരന്ധ്രാദ് ഉദഞ്ചിതം കിഞ്ചന ദിവ്യപത്മം നിലീന നിശേഷ പദാർത്ഥമാല സംക്ഷേപരൂപം മുകുളായമാനം. മുകുളം എന്ന് പറഞ്ഞ മുട്ടാണ്, നമുക്കറിയാം. മുകുളായമാനം, മുകുളത്തിന്റെ രൂപത്തിലുള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പത്മം പിടർന്നിട്ടില്ല ഈ ശ്ലോകത്തില്. ഭഗവാന്റെ നാഭിയിൽ നിന്ന്, നാഭിരന്ധ്രത്തിൽ നിന്ന് ഒരു പത്മം സർവ്വതിൻ്റെയും, ഭഗവാനിൽ നിലീനമായിരിക്കുന്ന സർവ പദാർത്ഥങ്ങളുടെയും സംക്ഷിപ്ത രൂപമായിട്ടുള്ള ഒരു താമരമൊട്ട് വിരിഞ്ഞ് വരികയാണ് ഭഗവാനെ ഗുരുവായൂരപ്പ എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് വേഗം കേൾക്കാം. എല്ലാവർക്കും നമസ്തേ. ശ്ലോകം ചൊല്ലി അയക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ശ്ലോകം കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, എത്രത്തോളം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് പറഞ്ഞ് അറിയിച്ചാൽ നന്നായിരിക്കും. കാരണം ചിലപ്പോൾ ചിലർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ ഇതിലെ ഉള്ളടക്കത്തെക്കുറിച്ച് കൂടുതൽ സംശയങ്ങൾ ഉണ്ടാവാം. അതൊക്കെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻ്റായിട്ട് അയക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. അത്തരം ചർച്ചകളൊക്കെ വളരെ കുറവേ കാണുന്നുള്ളൂ. സംവാദം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും എതിരഭിപ്രായങ്ങളും പുതിയ നിങ്ങളുടെ ചിന്തകളും ഒക്കെ ഇത് പങ്കുവെക്കണം എന്നൊരു അപേക്ഷയുണ്ട്. ഭഗവത്ഗീതയിൽ തന്നെ ഭഗവാൻ വിഭൂതി യോഗത്തിൽ പറയുന്നുണ്ട്, വാദഹ പ്രവദതാമഹം. നന്നായിട്ട് സംസാരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ വാദമാണ്. സംവാദം നടക്കണം. അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സത്സംഗമാവുന്നത്. കാരണം വാദം ഇല്ലെങ്കിൽ, സംവാദം നടക്കണില്ലെങ്കിൽ അത് ഒരു കേട്ട് ഇതുവഴി കേട്ട് അങ്ങനെ വിടുന്നതായിരിക്കും. നമ്മുടെ ഉള്ളിൽ വരുന്ന തോട്ട്സിനെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവർക്കും നമസ്തേ. നന്നായി വരട്ടെ. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. വിശ്വരൂപം കാണാൻ വേണ്ടി നമുക്കും സാധിക്കട്ടെ. നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണ.